നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. സുനിഷ അയ്യല്ലൂർ നമുക്ക് പോകുന്നുണ്ട്. സുനിഷ അയ്യല്ലൂർ, പ്രകാശ് കാരാട്ടും ഡി രാജയും അടക്കമുള്ള നേതാക്കൾ തിരുവനന്തപുരത്ത് ശക്തമായ ഒരു പ്രചാരണത്തിനായി എത്തുകയാണ്. എപ്പോഴാണ് പരിപാടികൾ? ഏതൊക്കെ പരിപാടികളിൽ അവർ പങ്കെടുക്കുന്നുണ്ട്? എത്രത്തോളം വിജയപ്രതീക്ഷയിലാണ് ഇടതുപക്ഷം? സുജയ, NDAക്കായും UDF-നായും ഒക്കെ താരപ്രചാരകർ കളം പിടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അതിന് പിന്നാലെയാണ് ഏതായാലും ഇടതുമുന്നണിയും ഇപ്പോൾ ദേശീയ നേതാക്കളെ ഇറക്കിക്കൊണ്ട് തന്നെ കളം പിടിക്കാൻ ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇന്നു മുതൽ 23 വരെ ദേശീയ നേതാക്കളൊക്കെ തന്നെയും വിവിധ മണ്ഡലങ്ങളിലായി പര്യടനം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ സംസ്ഥാന പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെയും മുഖ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ മണ്ഡല പര്യടനവും പ്രചാരണ യോഗങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ദേശീയ നേതാക്കൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നതാണ്. ഇന്ന് നിലവിൽ CPIയുടെ ജനറൽ സെക്രട്ടറി ഡി രാജയും CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടുമാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. വരും ദിവസങ്ങളിൽ സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ ഈ പല മണ്ഡലങ്ങളിലായി പല ഇടങ്ങളിലായി എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് മാത്രം 2 പരിപാടികളാണ് പ്രധാനമായിട്ടുമുള്ളത്. LDFന്റെ പ്രചാരണ പരിപാടി പേരൂർക്കടയുണ്ട്. പേരൂർക്കടയിൽ ഇന്ന് ഡി രാജ ഉദ്ഘാടനം ചെയ്യുമെന്നാണ്. വൈകുന്നേരമാണ് എല്ലാ പരിപാടികളും. അതോടൊപ്പം തന്നെ പാപ്പനംകോടും ഇന്ന് 5 മണിക്കൊരു പരിപാടിയുണ്ട്. അത് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അത്തരത്തിൽ പ്രചാരണ പരിപാടികളിലേക്ക് തുടങ്ങുന്നതേ ഉള്ളൂ. നേരത്തെ തന്നെ ഈ CPM-ന്റെയോ അല്ലെങ്കിൽ LDF-ന്റെയോ ദേശീയ നേതാക്കളൊന്നും തന്നെ ഈ സജീവമായ ഒരു പ്രചരണ യോഗങ്ങളിലോ പ്രചരണ പരിപാടികളിലോ കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് 23 വരെ സജീവമായ പ്രചാരണ പരിപാടികളുമായി CPM ദേശീയ നേതാക്കൾ, CPIയുടെ ദേശീയ നേതാക്കൾ അടക്കം ഇവിടെ എത്തുമെന്നാണ് അറിയിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത എല്ലാവരും ഓരോരുത്തരായി ഓരോ ദിവസങ്ങളിലും പല മണ്ഡലങ്ങളിലായി കളം പിടിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സുജയ, സുനിഷ അയ്യല്ലൂരാണ് ഇടതുപക്ഷത്തിന്റെ പ്രചാരണം കൊഴുപ്പിക്കാൻ പ്രകാശ് കാരാട്ടും ഡി രാജയും അടക്കമുള്ള നേതാക്കൾ എത്തുന്നതിനെ കുറിച്ച് വ്യക്തമാക്കിയത്. സുൽത്താൻ ബത്തേരിയിലേക്ക്